എന്താ മാഡം? ഏട്ടൻ പല സമയത്തും പല രീതിയിലാണല്ലോ പെരുമാറുന്നേ, അന്നത്തെ പോലെ. അല്ല, അന്നൊരു കാര്യമില്ലാതെ കാസിമിനെ ഉപദ്രവിക്കുകയും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തില്ലേ? ചില സമയങ്ങളിൽ മാത്രമേ വിക്രം സാർ ഇങ്ങനെയൊക്കെ ആകാറുള്ളൂ മാഡം. എനിക്ക് വിക്രം സാറിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. അങ്ങ് തെക്കൊരു അനാഥാലയത്തിലാ വളർന്നതെന്ന് എനിക്കറിയാം. പിന്നെ അനാഥാലയത്തിന്റെ പേര് അത് ശരിക്കും അങ്ങോട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ, പുളിങ്കുടി അവിടെയാണ് അനാഥാലയം. മാഡം, ഞാനങ്ങോട്ട്. ശരി കാസിം. 10-30 വർഷമായി നിങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ വാടക പുതുക്കല് കാര്യങ്ങളൊക്കെ നടത്തുന്നതേ ഇളയവളുടെ ഭർത്താവാ. എല്ലാ വീടിനും 2000 രൂപ വെച്ച് കൂട്ടണമെന്നാ അവന്റെ തീരുമാനം. അഡ്വാൻസും 1 ലക്ഷമായി കൂട്ടി. എനിക്ക് നിങ്ങളുടെ അവസ്ഥ അറിയാഞ്ഞിട്ടല്ല ചന്ദ്രികെ. ഈ വീട് വാടകയ്ക്ക് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്ത് ആള് പോയി. ഡെപ്പോസിറ്റും വാടകയും ഒക്കെ കൂട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞു. നിങ്ങളെ മാറ്റാൻ പറ്റില്ലെന്ന് ഞാൻ അവനോട് തറപ്പിച്ച് പറഞ്ഞിരിക്കുക. ഇപ്പോഴത്തെ പിള്ളേർക്കേ നമ്മൾ തമ്മിലുള്ള പഴയ ബന്ധങ്ങളൊന്നും അറിയില്ലെന്നേ. രാധേച്ചി, ഇപ്പൊ പെട്ടെന്നങ്ങോട്ട്. ചന്ദ്രികെ, ഡെപ്പോസിറ്റ് വാങ്ങുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞു വേണ്ടാന്ന് വെപ്പിച്ചു. പക്ഷെ വാടക ജൂൺ മാസം മുതൽ 2000 കൂട്ടി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അടുത്ത മാസം വീട് വിട്ട് തരേണ്ടി വരും. ഇപ്പോ വയസ്സായവരുടെ വാക്കുകൾക്കൊന്നും മക്കളും മരുമക്കളും ഒരു വിലയും തരില്ല. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് വച്ചിരിക്കുക. ഹലോ ഏട്ടാ. നീ എന്താ ഫോൺ എടുക്കാൻ വൈകിയത്? അത് ഞാൻ കിച്ചണിലായിരുന്നു. അല്പം ചിക്കൻ കറി ഉണ്ടാക്കുമായിരുന്നു. പറഞ്ഞു കേട്ടാ. അത് ഞാനെന്താ ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് വൈകും. പേടിക്കാതിരിക്കണം. അത് പറയാനാ വിളിച്ചേ. കുഴപ്പമില്ല ഏട്ടാ, ഞാൻ പേടിക്കാതിരുന്നോളാം. ആ, ശരിയാണ്. ഇതൊരു അവസരമാ. ഏട്ടനെ കുറിച്ച് തിരക്കി അറിയാൻ കിട്ടിയ അവസരം. ഏട്ടൻ വളർന്ന് ഓർഫനേജിലേക്ക് തന്നെ പോവാം. ഹരിതേ, ഇത് തന്നെ പറ്റിയ അവസരം. അവളെ പൂട്ടാനൊരു വഴിയുണ്ട്. എന്ത് വഴി?
കരുതി അച്ഛൻ വന്നോ? വരില്ല, നീ പേടിക്കാതിരിക്കുക ഹരിതേ. എനിക്കൊരു ടെൻഷൻ പോലെ. ഒരു ടെൻഷനും വേണ്ട, അച്ഛൻ മുൻവശത്ത് തന്നെ ഇരിക്കുക. ഇതിലും നല്ല അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. നീ മിണ്ടാതെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി നിന്നാ മതി. വേണോ ഇതൊക്കെ? പേടിക്കാതെ, നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. എന്തിനാ ഈ ഫയലൊക്കെ എടുക്കുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. വാ.